ഇ.ഡി. ഉദ്യോഗസ്ഥന് പ്രതിയായ കൈക്കൂലി കേസിൽ പരാതിക്കാരന് പണം കൈമാറാൻ നൽകിയത് തട്ടിപ്പ് കമ്പനിയുടെ വിശദാംശങ്ങൾ എന്ന പുതിയ വിവരങ്ങൾ കൂടി വരികയാണ്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബോറ കൊമോഡിറ്റീസിലേക്ക് കൈമാറാനാണ് നിർദ്ദേശം നൽകിയത്. നിലവിൽ കമ്പനി പൂട്ടിയ നിലയിലാണ്. പ്രതികൾ കമ്പനി ഉടമകളെന്ന് പറഞ്ഞ ഒരാളെ ചോദ്യം ചെയ്തു. 50,000 രൂപയാണ് പരാതിക്കാരൻ അനീഷ് ബാബു തട്ടിപ്പ് കമ്പനിക്ക് കൈമാറിയത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ഉണ്ട്. സഹിൻ, ഇത് ആകെ മൊത്തം ഓരോ സമയവും തട്ടിപ്പോട് തട്ടിപ്പ്, അതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സേതു, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇ.ഡി. ഉദ്യോഗസ്ഥൻ ഒന്നാം പ്രതിയായിട്ടുള്ള വിജിലൻസ് കേസിൽ അതിൽ ഈ 4 പ്രതികളാണ് നിലവിലുള്ളത്. ആ 4 പ്രതികൾ എന്ന് സംശയിക്കുന്ന, അല്ലെങ്കിൽ 4 പ്രതികൾ എന്ന് പറയുന്ന ആളുകൾ, അവർ പരാതിക്കാരനായിട്ടുള്ള അനീഷ് ബാബുവിന് നൽകിയിരുന്ന ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ട് മുംബൈ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയുടേതാണ്. ബോറ കമ്മോഡിറ്റീസ് എന്നാണ് ആ കമ്പനിയുടെ പേര്. പക്ഷേ ആ കമ്പനിയുടെ അക്കൗണ്ട് തട്ടിപ്പാണ്, അല്ലെങ്കിൽ സ്ഥാപനം തട്ടിപ്പാണെന്ന് വിജിലൻസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രതികൾ പണം കൈമാറാൻ പരാതിക്കാരന് നൽകിയ മുംബൈയിലെ സ്ഥാപനം അത് പൂട്ടിയ നിലയിലാണുള്ളത്. വിജിലൻസ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നടത്തിയ പരിശോധനയിലാണ് ഈ സ്ഥാപനം പൂർണ്ണമായും അടച്ചു പൂട്ടി എന്നുള്ളത് മനസ്സിലാക്കുന്നത്. കമ്പനിയുടെ ഉടമകളെന്ന് പ്രതികൾ പറഞ്ഞ ഒരാളെ വിജിലൻസ് ചോദ്യം ചെയ്തു. എന്നാൽ കമ്പനിയെ കുറിച്ച് അറിയില്ലെന്നാണ് ഇയാൾ മറുപടി നൽകിയത്. 50,000 രൂപ മുൻപ് പരാതിക്കാരൻ അനീഷ് ബാബു ഈ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബോറ കമ്മോഡിറ്റീസിലേക്ക് കൈമാറിയിട്ടുണ്ട്. എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് ഈ അക്കൗണ്ടിൽ നടന്നിട്ടും ആ കമ്പനി തട്ടിപ്പാണെന്ന് മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. എന്തായാലും വിജിലൻസ് ശക്തമായ പരിശോധന ഇത് സംബന്ധിച്ച് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ വിജിലൻസ് ഇ.ഡി. ഓഫീസിലെത്തി നോട്ടീസ് കൈമാറുകയും ചെയ്തിരുന്നു. അപ്പോൾ വളരെ കാര്യമായിട്ട് തന്നെയാണ് വിജിലൻസ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. സേതു. ഓക്കെ സഹിൻ, ശരി. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ പരാതിക്കാരന് പണം കൈമാറാൻ നൽകിയത് പോലും തട്ടിപ്പ് കമ്പനിയുടെ വിശദാംശങ്ങളാണ് എന്നുള്ളത്.